അളക്കാൻ കഴിവില്ലായകയാൽ ദൈവം ജോസഫിന് കൊടുത്ത ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, നന്മകൾ, പ്രോസ്പെറിറ്റി അത് അളക്കാൻ പറ്റാത്തത് കൊണ്ട്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണിച്ചു. അതുകൊണ്ട് അളവ് നിർത്തിവെച്ചു. ഹല്ലേലൂയ. ജോസഫേ, യു കാൻ കൗണ്ട് യുവർ പ്രോബ്ലംസ്. നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ എണ്ണാം. ഒന്ന് എണ്ണിയ ജോസഫേ. സഹോദരന്മാർ, പൊട്ടക്കിണർ, മിസ്രൈമെ അടിമച്ചന്ത, പൊത്തീഫറിന്റെ ഭാര്യ, കാരാഗ്രഹം. ഒന്നുകൂടെ എണ്ണിയ ജോസഫേ. കാരാഗ്രഹം, അടിമച്ചന്ത, പൊത്തീഫറിന്റെ ഭാര്യ, സഹോദരന്മാർ, പൊട്ടക്കിണർ. ഇത്രയേ ഉള്ളൂ. 5 വിരളയിൽ എണ്ണാവുന്ന പ്രശ്നമല്ലേ നിനക്കുള്ളൂ. പക്ഷെ നിന്റെ സീസൺ വന്നപ്പോൾ, ദൈവം നിനക്ക് വെച്ച സമയം വന്നപ്പോൾ, now you can't count your blessings. You can count your problems, but in your time, in your season, you can't count your blessings. How many people believe that? Hallelujah. നിന്റെ പ്രതിസന്ധികളെ, നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ നിന്ദകളെ, നിന്റെ വെല്ലുവിളികളെ, നീ അനുഭവിച്ച കഷ്ടതകളെ 10 വിരലിലോ 5 വിരലിലോ എണ്ണി തീർക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ ഉയർത്തുന്ന നാളുകളിൽ നിന്റെ നന്മകളെ നിനക്ക് എണ്ണാൻ കഴിയാത്തവണ്ണം അത് വിത്തൗട്ട് നമ്പറായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അതിനൊരു ആമീൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ തന്നാൽ അതിനെല്ലാം അളവുണ്ട്. അളവ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പദം. അതിനെല്ലാം അളവുണ്ട്. പക്ഷെ ദൈവം തന്നാൽ നിനക്ക് അളക്കാൻ പറ്റത്തില്ല. ദൈവ സ്നേഹം തന്നാലും അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവന്റെ സ്നേഹത്തിന്റെ ആഴം, ഉയരം, വീതി എനിക്ക് അങ്ങോട്ട് അളക്കാൻ പറ്റുന്നില്ലെന്ന്. അതിന്റെ മെഷർമെന്റ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. തമ്പുരാൻ എന്തെങ്കിലും തന്നാൽ അത് അൺലിമിറ്റഡ്, അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വിത്തൗട്ട് നമ്പറാ. ജോസഫിന്റെ ദൈവം എന്റെ ദൈവം എന്നൊന്ന് പറഞ്ഞ്, ജോസഫിന്റെ ദൈവം എന്റെയും ദൈവം, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, അളവില്ലാതെ എന്നെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, അളക്കാൻ കഴിയാത്ത നിലകളിൽ എന്നെ മാനിക്കുന്ന കർത്താവ്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇപ്പോൾ പൊട്ടക്കിണറായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ നിന്ദകളായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ കാരാഗ്രഹമായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ അടിമ ചന്തകളായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ ജോസഫിനെ പോലെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ നീ ഫേസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മകൾ എൻ്റെ ദൈവം നിനക്കായി, നിന്റെ തലമുറയ്ക്കായി ഒരുക്കുന്നുണ്ട്. കരഞ്ഞ അപ്പന്മാരോട്, അമ്മമാരോട് പറയുന്നു, ചില മാതാപിതാക്കൾ നിറകണ്ണുകളോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. അവർ പറയുന്നു, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മയുണ്ടായിട്ട് വേണം, ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറാൻ, എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് വളർന്നിട്ട് വേണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സന്തോഷിക്കാൻ. പ്രാർത്ഥിക്കുന്ന അമ്മയെ നോക്കി, പ്രാർത്ഥിക്കുന്ന അപ്പനെ നോക്കി, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നോക്കി ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജോസഫിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നിന്റെ മക്കളെയും കൊണ്ട് അളക്കാൻ കഴിയാത്ത നിലകളിൽ നിന്റെ കരത്തിൽ ചില നന്മകളെ തരുവാൻ, നിന്റെ ഭവനത്തിൽ ചില നന്മകളെ തരുവാൻ, നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ ജോസഫിന്റെ ദൈവത്തിന് കഴിയും. അവൻ ഇന്നും അഡോനായി, എൽ ഷദായി, എലോഹിമായി അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.